ഹലോ ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മുടെ കൊള്ളിപ്പറമ്പിലെ വളം വെപ്പുണ്ട. അപ്പോൾ കൊള്ളി നമ്മുടെ 2.5 മാസത്തോളം പ്രായമായി. അപ്പോൾ നമുക്കിനി ഇത് കുറേശ്ശെ പൊടിവളം ഇട്ട് മൂടണം. ഒട്ടും വളമില്ലാത്ത മണ്ണാണ് നമ്മുടെ ഈ കൊള്ളിപ്പറമ്പിലെ. അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ടെസ്റ്റിങ്ങിന് കൊടുത്തായിരുന്നു. മണ്ണ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിനകത്ത് വലിയ കാര്യമായിട്ടുള്ള വളങ്ങളൊന്നുമില്ല. കാട് പിടിച്ച് കിടന്ന കാരണം ഉള്ള ഈ പുല്ലും തൊട്ടാവാടി അങ്ങനത്തെ സാധനങ്ങളായിരുന്നത് ഇവിടെ കംപ്ലീറ്റ്. അപ്പോൾ അതെല്ലാം വളങ്ങളൊക്കെ അത് കൊണ്ടുപോയി, പുല്ല് കൊണ്ടുപോയി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ഈ കൊള്ളി പൊന്തി പോരാനായിട്ട് ഇട്ട് കൊടുക്കണേ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് കാണാം. വീഡിയോയിലേക്ക് പോകാം. നല്ല കോഴിവളമാണ്, നമ്മുടെ ചകിരിച്ചോറിൻ്റെ കോഴിവളമല്ല, മറ്റേ പാട് കൂട് കാട്ടമാണ് മേടിച്ചിരുന്നത്. നമ്മൾ ഈ അതിൻ്റെ സെൻറ്റർ കണ്ട് എന്താ കൊള്ളിയുടെ സെൻറ്റർ കണ്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കണം. കുറേശ്ശെ മതി, ഒരുപാട് ഓവറൊന്നും ആവണ്ട. ഓവറായി കഴിഞ്ഞാലുള്ള കുഴപ്പം, കോഴിവളം ഓവറായി കഴിഞ്ഞാൽ കൊള്ളി പേത്താളിക്കുള്ളൂ. പേത്താളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണ്ട് ഭയങ്കര ഹൈറ്റായിരിക്കും, തണ്ടിന് ഭയങ്കര വണ്ണവും ഭയങ്കര ഹൈറ്റൊക്കെ വയ്ക്കും. പക്ഷെ കടയ്ക്ക് അതിനനുസരിച്ച് കാണിക്കില്ല, ഉണ്ടാവില്ല. ഓവറായിട്ട് ഇട്ടാലും പ്രശ്നമാണ്. കണ്ട, കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മാത്രം മതി. രണ്ടാമതായിട്ട് ഇടുന്നത് ഇതാണ്ടോ, പൊട്ടാഷും ഫാറ്റംബോസും. അത് കുറേശ്ശെ 2 സൈഡിലായിട്ട് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഇങ്ങനെ വേണ്ട, ഇങ്ങനെ വീശി ഇട്ട് കൊടുത്താൽ മാത്രം മതി. അത് 2 സൈഡിലും ഇടണം. പിന്നെ അതെന്താണെന്ന് വെച്ചാൽ ട്രാക്ടർ അടിച്ച് കഴിഞ്ഞപ്പോൾ ഒട്ടും ട്രാക്ടറിനുകൊണ്ടാണ് ഇത് ഇങ്ങനെ വാരം കോരിയത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ തീരെ നമ്മുടെ തിണ്ടുകൾക്ക് കനമില്ല. ആ കനം കുറച്ച് വരുത്തണം, കുറച്ചധികം മണ്ണ് വെട്ടിക്കയറ്റണം. അതിനാണ് ഈ 2 സൈഡിലും നല്ല രീതിയിൽ വളം ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ മൂടണേ. ആദ്യമേ നമ്മൾ കോഴിക്കാട് ഇട്ടു. ആ കോഴിക്കാട്ടും രാസവളം കൂടിയാണ് നമ്മൾ ഇടണേ. അപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. പിന്നെ ട്രാക്ടർ അടിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു പണി ചെയ്തായിരുന്നു, കുമ്മായം എല്ലായിടത്തും ഒന്ന് തൂവി കൊടുത്തായിരുന്നു. അതെന്തിനാന്ന് വെച്ചാൽ നല്ല രീതിയിൽ വളം വലിക്കാനാണ്. മറ്റുള്ള വളങ്ങളൊക്കെ നല്ലോണം വലിക്കുകയും ചെയ്യും. കുമ്മായം ഇട്ട് കഴിഞ്ഞാൽ മണ്ണ് ഒന്നും കൂടി ഫ്രഷ് ആവും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഫാറ്റംബോസും പൊട്ടാഷും കൂടി 2 സൈഡിലും ഇട്ട് കൊടുക്കുക. ആ കൊള്ളിയിൽ മണ്ണ് കയറ്റേണ്ടത് ഇങ്ങനെയുണ്ട്, നല്ല കട്ടിയിൽ വെട്ടി പൊക്കി കയറ്റാണ്ട. ചെളിമണ്ണല്ല, പക്ഷെ എന്നാലും എന്താ പറയുക, ഈ ചെമ്മണ്ണും ചെളിമണ്ണും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇതിനകത്ത്. പക്ഷെ വളം ഒന്നുമില്ല എന്നാണ് നമ്മൾ ടെസ്റ്റിങ്ങിൽ കാണിച്ചേക്കണേ. അതുകൊണ്ടാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വളം ഇട്ടുകൊണ്ട് മണ്ണ് വെട്ടിപ്പൊക്കണേ. തിണ്ട് ഒട്ടുമില്ല നിലവിൽ. അപ്പോൾ തിണ്ടാവണം, എന്നാലും മാത്രമേ കിഴങ്ങിന് നീളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മുടെ കൊള്ളിപ്പറമ്പിലെ മറ്റേ വളം വെപ്പ് ഇത് 2.5 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ വളം വെപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ ആദ്യം കൊള്ളി കുത്തുമ്പോൾ തന്നെ കുറേ കുമ്മായൊക്കെ ഇട്ടിട്ട് മറ്റേ ഉഴുതടിച്ച് പൊടിച്ചിട്ട് അത് ആ ട്രാക്ടർ കൊണ്ട് തന്നെ മാടി കയറ്റി. അത് കഴിഞ്ഞിട്ട് 2.5 മാസം കൊള്ളി കുത്തി 2.5 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും ഒരു പൊടിവളവും ഒരു ലേശം തടിവളവും കൂടി കയറ്റിയിട്ട് കൊടുക്കുകയാണ്. അങ്ങനെയാണ് നമ്മുടെ ഈ കൊള്ളിയിലെ വളം വെപ്പ് ചെയ്യുന്നത്. പിന്നെ തീർത്ത് പുല്ല് കളയണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. അതെന്താണെന്ന് വെച്ചാൽ കൊള്ളി ഒന്ന് വലിപ്പമാവണ വരെ എന്തായാലും പുല്ല് വന്നുകൊണ്ടിരിക്കും. കാരണം നല്ല രീതിയിൽ അടിയിലോട്ട് വെയിലടിക്കുന്നതുകൊണ്ട് കൊള്ളിയിൽ കുറേശ്ശെ പുല്ലുണ്ടാവും. പിന്നെ ചിലവർ ചെയ്യണതാണ് പയർ അതുപോലത്തെ സാധനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ കുത്തി കൊടുക്കും പുല്ല് കയറാതിരിക്കാൻ. അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ ഒരു സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളതൊക്കെ മരുന്നടിച്ചോ വേറെ ഏതെങ്കിലും ചിരണ്ടിയോ ഒക്കെ കളയേണ്ടി വരും. ഇതിപ്പോൾ ഞാൻ ചിരണ്ടല്ല, നേരെ മണ്ണ് വെട്ടി കയറ്റണുള്ളൂ. ചിരണ്ടാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് ഒന്നും കൂടി ഒന്ന് വലിപ്പമായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് ഓടിച്ചിട്ട് ഒരു മരുന്നടി അടിക്കാനാണ്. മരുന്ന്
മാക്സിമം കുറഞ്ഞ മരുന്ന് മാത്രം അടിക്കുക. ഇത് പുല്ല് മാത്രം കരിഞ്ഞു പോകുന്ന മരുന്ന് മേടിക്കുക, അതടിക്കുക. ഇത്രയാണ് നമ്മൾ കൊള്ളിപ്പറമ്പിൽ ചെയ്യുന്നത്. അപ്പോൾ അടിവശം നീറ്റായിട്ട് കിടക്കുകയും ചെയ്യും. നല്ല ഭംഗിയിൽ കൊള്ളി നല്ല വലുപ്പത്തിൽ വരും. പിന്നെ തുരപ്പം കയറാണ്ടൊക്കെ നോക്കാം. ഇത്രേ ഉള്ളൂ, വലിയ കാര്യമായിട്ടുള്ള പണികളൊന്നുമില്ല. കോഴിവളം മസ്റ്റാണ്, കുമ്മായം മസ്റ്റാണ്. എന്തായാലും അത് രണ്ടും മസ്റ്റായിട്ട് ഇടേണ്ട വളങ്ങളാണ്. അത്രയും മാത്രം ചെയ്ത് കഴിഞ്ഞാൽ കൊള്ളി നല്ല കിളിക്കട്ടൻ കൊള്ളിയായിട്ട് വരും. എങ്ങനെ വന്നാലും 10 കിലോത്തോളം തൂങ്ങും ഒരു കട. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.